നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെൻഡാണ് വിവാഹിതയായ സ്ത്രീകളിൽ പലരും അവർക്കിഷ്ടമുള്ള പുരുഷന്മാരെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയും അവരോടൊപ്പം ആവോളം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും അവരോടൊപ്പം സല്ലപിച്ച് നടക്കുകയും അതിനുശേഷം ആ സല്ലാപത്തിന് വിരാമം വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവനെ സംബന്ധിച്ച് അവൻ വന്നു ഇരുന്നു പോയി, അത്രയേ ഉള്ളൂ. കാക്കയുടെ കൂട്ടാണ്, പാറപ്പുറത്ത് കാക്ക വന്നിരുന്നു തിരിച്ചുപോയി. കാരണം അല്ലെങ്കിൽ ഇവർ തങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മാനസികമായ അകൽച്ച ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് നമ്പർ ബ്ലോക്ക് ചെയ്താൽ, ഫോൺ എടുക്കാതിരുന്നാൽ പിറ്റേ ദിവസം അത് ബലാത്സംഗമായി മാറുന്ന നാട്ടിൽ ഇന്നേക്ക് 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു അതിജീവിത ഉണ്ടായിരുന്നു എറണാകുളത്ത്. സ്വന്തം തൊഴിലിടം എന്ന് വേണേൽ പറയാം. രാത്രിയുടെ യാമങ്ങളിൽ യാത്ര ചെയ്ത് സ്വന്തം കുടുംബം പോറ്റാനോ അമ്മയോടൊപ്പം ജീവിക്കാനോ വേണ്ടി അല്ലെ ഭാവി കരിപ്പെടുപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തു വന്ന ഒരു യുവ നടിയുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴും അവരുണ്ട്. സജീവമായ രീതിയിൽ തൻ്റെ മുഖത്ത് നോക്കി തന്നെ അപമാനിച്ച ആൾക്കാരുടെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നടക്കുന്ന അതിജീവിത, അതാണ് അതിജീവിത. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇന്ന് വരെ ഒരു നല്ല അതിജീവിതയെ പൊതുജനത്തിന് മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ മാത്രമാണ്. അവർക്കെതിരെയുള്ള എല്ലാ ധോരണികളെയും എതിർത്തുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തകരണം ചെയ്തുകൊണ്ട് കോടതി മുറിയിൽ പോയി നടന്ന കാര്യങ്ങൾ 10-20ഓളം വക്കീലന്മാരുടെ മുമ്പിൽ വളരെ കൃത്യമായി പറയുകയും കോടതി നടപടികൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ വേണ്ട ഓപ്പൺ കോർട്ടിൽ നടത്താൻ പറഞ്ഞപ്പോൾ കോടതി നിയന്ത്രിച്ച ജഡ്ജി ഒരു വനിതയായിട്ട് പോലും അവരെ അനുവദിക്കാതിരുന്ന സമയത്ത് ഇവിടെ മഹാനായ ഒരാളിനെ കൂടി ഓർക്കണം. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ PT തോമസ് എന്ന മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു പൊതുപ്രവർത്തകൻ, ആ മനുഷ്യൻ്റെ വളരെ കാര്യമായ കരുതലോടുകൂടിയാണ് ആ കേസ് ഉത്ഭവിച്ചതെന്നും പൾസർ സുനി എന്ന മനുഷ്യൻ ഒരു കൊടും ക്രിമിനലോടുകൂടി ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത കൊട്ടേഷൻ റേപ്പിന് നേതൃത്വം കൊടുത്തവൻ എന്ന രീതിയിൽ അവനിലൂടെ ചെന്നെത്തിയത് മലയാളക്കര അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു മറ്റൊരു മുഖത്തിൻ്റെ അഭിനേതാവായ നടൻ ദിലീപിലേക്കായിരുന്നു. ആ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് പല പ്രാവശ്യം തുറക്കപ്പെട്ടു. അതിനെതിരെ ജില്ലാ കോടതി കേസന്വേഷിച്ചു, എങ്ങും എത്തിയില്ല. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന ആ അലിഖിത നിയമത്തിന് മുകളിൽ അവൻ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു, അവനും അവൻ്റെ കൂട്ടാളികളും. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനോടൊപ്പം 3 പേരെ കൂടി കോടതി വെറുതെ വിട്ടു. 2 FIR എടുത്തു. 2ാമത്തെ FIRലെ മുഴുവൻ ആൾക്കാരെയും പുറത്തു വിട്ടുകൊണ്ട് ഈ സമൂഹം എന്നും വെറുക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി, ഒരു നടനെ മാറ്റിയെടുത്ത ദിവസം ഉണ്ടായത്, ആ സംഭവം ഉണ്ടായ ദിവസമാണിന്ന്. വിമൻസ് കളക്റ്റീവ് എന്ന് പറയുന്ന WCC അതിനുശേഷം രൂപീകരിക്കുകയും ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വരികയും മലയാള സിനിമയിലെ മുഴുവൻ വൃത്തികേടുകൾ പുറത്തു വരികയും ചെയ്ത സമയത്ത് ഇന്ന് ആ വിമൻസ് കളക്റ്റീവ് മെഴുകുതിരി കത്തിച്ച് ആ 9ാം ആണ്ട് ആഘോഷിക്കുകയാണ്. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക്, ചാനലുകൾക്കും അന്തിച്ചർച്ച നടത്തുവാൻ പറ്റുന്നൊരു വിഷയമാണെങ്കിൽ പോലും അവരത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്കെന്ത് അതിജീവിത, വാർത്തകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം ഇതൊന്നും തന്നെ അവരുടെ വിഷയങ്ങളല്ല. ഇവിടെ ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ലോകത്തൊരിടത്ത് പോലും ഇന്ന് വരെ പലരെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവും. കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ ഉപജ്ഞാതാവായി മാറിയ ഒരു നടനാണ് ദിലീപ്. അയാളെ വാനോളം പുകഴ്ത്തുകയും അവന് ചാനലിൽ വരുവാനും വിവിധ പരിപാടികൾ പങ്കെടുപ്പിച്ച് തൻ്റെ റേറ്റിംഗ് കൂട്ടുവാനും പല ചാനലുകളും വെമ്പൽ കൊണ്ടപ്പോൾ കേരള സമൂഹം തിരസ്കരിച്ച ഒരു വ്യക്തിയായി മാറി ദിലീപ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ക്രൂരമായ രീതിയിൽ തൻ്റെ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 4-5 കശ്മലന്മാരുടെ മുമ്പിൽ വെച്ച് കരുതിക്കൂട്ടി മാപ്പിട്ട് തിരക്കഥ രചിച്ച് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുകയും കൊട്ടേഷൻ കൊടുത്തവന് കാശ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ പേര് ദിലീപ് എന്ന് നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. അതിനുശേഷം വളരെയേറെ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇന്ന് വരെ കേരള സമൂഹം കാണാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ പല നടന്മാരുടെയും പേരുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഈ സർക്കാർ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സർക്കാർ അതിജീവിതമാരോടൊപ്പമാകുന്നത്, നശിപ്പിക്കപ്പെടുന്ന വനിതകളോടൊപ്പമാകുന്നത്? വനിതാ മതിൽ കെട്ടിയ സർക്കാരിന് പോലും ഈ കേസിൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് വരെ ഈ കേസിനകത്ത് അപ്പീൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ദിവ്യഗർഭം കിട്ടിയാൽ ആ ഗർഭത്തെ വാർത്തയാക്കുകയും ആ ഗർഭത്തിൻ്റെ പുറത്ത് SIT രൂപീകരിച്ചു പോകുന്ന സർക്കാരിന് ഇന്ന് വരെ ഈ കേസിൽ ഈ സമയം വരെയും ഈ സർക്കാർ ഇന്ന് വരെ അപ്പീൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ അപ്പീൽ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് സർക്കാർ ഇതുവരെ ജനത്തോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേട്ടക്കാരനോടൊപ്പമാണോ ഇരയോടൊപ്പമാണോ സർക്കാർ എന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം ഇവിടെ കിട്ടുകയാണ്. എന്തായാലും പൊതുസമൂഹത്തോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ശരിക്കുമുള്ള അതിജീവിത അവളാണ് അനുഭവിച്ചത് മൊത്തം. ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യമാണ്, അവളുടെ നിശ്ചയദാർഢ്യമാണ്, അവൾക്ക് കിട്ടിയ സപ്പോർട്ടാണ്, അവൾ പൊതുസമൂഹത്തോട് വന്ന് പറഞ്ഞതാണ് ഇന്ന് കേരളം അറിയാനുള്ള കാരണം, ലോകം അറിയാനുള്ള കാരണം.
അവൾ കരഞ്ഞു വിളിച്ച് ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ സധൈര്യം മുമ്പോട്ട് വരികയാണ് ചെയ്തത്. അല്ലാതെ ആരെങ്കിലും എവിടുന്നെങ്കിലും തൻ്റെ ഇഷ്ടത്തിന് വിളിച്ചു വരുത്തി റൂമിൽ കിടത്തുകയും റൂം എടുക്കുകയും അവൻ്റെ ഫ്ലാറ്റിൽ ചെല്ലുകയും റൂം എടുത്ത് കാത്തിരിക്കുകയും ചെയ്തതിന് ശേഷം ഇഷ്ടമില്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെ അവന് തന്നെ മതിയായി എന്ന് തോന്നുന്ന സമയത്ത് ബലാത്സംഗം കൊടുക്കുകയല്ല, ബലാത്സംഗ കേസ് കൊടുക്കുകയല്ല അവൾ ചെയ്തത്. അവളാണ് ശരിക്കുള്ള അതിജീവിത. ആ അതിജീവിതയാണ് കേരളത്തിൻ്റെ അതിജീവിത, അല്ലാതെ വേറൊരാളും അതിജീവിതയാണെന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് പറയാൻ പറ്റുന്നത് തിരുവല്ലയിലാണ്. ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വന്ന ഇതിൽ ഒരു കൊട്ടേഷൻ റേപ്പെന്നോ അതല്ലെങ്കിലുള്ള ബലാത്സംഗമെന്നോ, അതും ഒരു സീരിയസ് ബലാത്സംഗം, അതൊരു ടീം ഓഫ് ആൾക്കാരുടെ ബലാത്സംഗത്തിനിരയായ സ്ത്രീ, ഇവരൊക്കെയാണ് അതിജീവിത എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാത്തിനെയും, എല്ലാ പരിമിതികളെയും, തനിക്ക് ഉണ്ടായ എല്ലാ നാശങ്ങളെയും അല്ലെ നാശനഷ്ടങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ വരുന്നവളാണ് അതിജീവിത. അല്ലാതെ ഒളിച്ചിരുന്ന് അകലങ്ങളിൽ നിന്നും ഇമെയിൽ അയച്ച് തനിക്ക് തൻ്റെ എതിരാളിയെ സൃഷ്ടിക്കുന്ന അല്ല അതിജീവിത. ഇത്തരം അതിജീവിതകളെയാണ് സമൂഹം ചേർത്ത് പിടിക്കേണ്ടത്. ഇന്ന് അത് ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ, അവർ മെഴുകുതിരി കത്തിക്കുമ്പോൾ, ആയിരം മെഴുകുതിരികൾ കത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ശരിക്കുമുള്ള അതിജീവിത അവളായിരുന്നു എന്ന് ഓർക്കണം. ബാക്കിയെല്ലാം കാണിക്കുന്ന കാപഠ്യമാണ്. സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും എപ്പോഴും വേട്ടക്കാരോടൊപ്പമാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.